IMA News, Icon in Focus, brought to you by Western Group of Companies and Yi1 Coatings Private Limited. നമസ്കാരം. ഈ അഭിമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി നന്ദിനി മേനോനാണ്. നന്ദിനി മേനോൻ തൻ്റെ എഴുത്തനുഭവങ്ങളും യാത്രാനുഭവങ്ങളും ഒക്കെ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. എയിമ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് യൂണിറ്റിൻ്റെ ഭാഗം കൂടിയാണ് നന്ദിനി മേനോൻ. നമസ്കാരം. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നന്ദിനി രചിച്ച ആംചോ ബസ്തർ എന്ന പുസ്തകത്തിന് ലഭിച്ചതിൽ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്തരം അംഗീകാരങ്ങളെ എങ്ങനെ കാണുന്നു? അഭിനന്ദനങ്ങളൊക്കെ ഏറെ സന്തോഷം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമല്ലേ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അംഗീകാരമാണ്, പ്രചോദനമാണ്. മലയാളത്തിൽ എഴുതിയ പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച യാത്രാ പുസ്തകമാണ് ആംചോ ബസ്തർ എന്ന് പറഞ്ഞ് കേരള സാഹിത്യ അക്കാദമിയിൽ നിന്നൊരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതാണ് അവാർഡ് കിട്ടിയ പുസ്തകം. ഇത് 3ാമത്തെ എഡിഷനാണ് വന്നത്. അവാർഡ് കിട്ടിയതിന് ശേഷം വന്ന എഡിഷനാണ്, 3ാം പതിപ്പാണ്. അപ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി. എൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു ടാഗ് വരിക എന്ന് പറയുന്നതിലും വലുതായ ഒരു അംഗീകാരം ഇനി ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ പുസ്തകത്തിൽ എല്ലാം ഞാൻ എഴുതിയതാണ്, പക്ഷേ ഈ ഒരു വരി മാത്രം ഞാൻ എഴുതിയതല്ല. ഇതെനിക്ക് സഹൃദയ ലോകം സമ്മാനിച്ച ഒരു വരിയാണ്. ആ വരിയിലാണ് എല്ലാ സന്തോഷവും എല്ലാ അഭിമാനവും. ഇനിയും ഏത് അവാർഡുകൾ കിട്ടുകയാണെങ്കിലും അതെല്ലാം ഞാൻ അംഗീകാരമായിട്ട് തന്നെ കണക്കാക്കുന്നു. അപ്പോൾ വായനക്കാരല്ലേ ഏറ്റവും വലിയ അവാർഡ് തരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ വായനക്കാർ തന്നെയാണ്. നമ്മുടെ പുസ്തകങ്ങളെ കൊണ്ട് നടക്കുന്നതും ആഘോഷിക്കുന്നതുമെല്ലാം വായനക്കാർ തന്നെയാണ്. പക്ഷേ ഇത്തരം അടയാളപ്പെടുത്തലുകൾ ഒരു എഴുത്താളൻ്റെ ജീവിതത്തിൽ വളരെ വലുതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരം യാത്രാ വഴികളിലേക്കും എഴുത്തു വഴികളിലേക്കും നന്ദിനി എന്ന വ്യക്തിയെ കൊണ്ടുവന്നതിൽ ബാല്യത്തിനും ഉടുപ്പ് പശ്ചാത്തലത്തിനുമുള്ള പങ്കെന്താണ്? എന്തൊക്കെയാണ്? എത്രത്തോളമാണ്? പിന്നെ യാത്രാ വഴികളിലേക്ക് എഴുത്തു വഴികളിലേക്ക് ഒക്കെ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് യാത്ര ഒരു സ്വഭാവമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യാത്ര ചെയ്യാനാണ് ഇഷ്ടം. അത് ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം എൻ്റെ ഒരു നില. പക്ഷേ ഇതിനൊക്കെ ഒരു കാരണം അന്വേഷിച്ചു പോവുകയാണെങ്കിൽ കുട്ടിക്കാലത്തെ യാത്രകൾ, കുട്ടിക്കാലത്തെ അവധിക്കാല യാത്രകൾ, അച്ഛൻ കൊണ്ടുപോകുന്ന യാത്രകൾ. അച്ഛൻ സാധാരണ കൃഷിക്കാരനാണ്, പക്ഷെ വലിയ വലിയ സജീവമായ പൊതുജീവിതമുള്ള ഒരു കർഷകനായിരുന്നു. അപ്പം അദ്ദേഹം ഈ അവധിക്കാലങ്ങളിൽ വലിയ ആഘോഷങ്ങളോ പുത്തൻ ഉടുപ്പുകൾ എടുക്കലോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല വീട്ടിൽ. അമ്മയെയും ഞങ്ങൾ മക്കളെയും കൊണ്ട് അച്ഛൻ്റെ യാത്രകളുണ്ട്. അത് അന്നത്തെ ഒരു മധ്യവർഗ കുടുംബം, ഒരു ഗൃഹനാഥൻ ഭാര്യയും മക്കളുമായി നടത്തുന്ന യാത്രകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു എന്ന് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത്. വലിയ 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 കാഴ്ചകളോ അത്ഭുതങ്ങളോ കാട്ടിത്തരലൊന്നും അത്രയ്ക്കധികം ഉണ്ടായിരുന്നില്ല. നടത്തം തന്നെയായിരുന്നു അച്ഛന്. അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗതാഗത സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒട്ടും ലക്ഷറി ഇല്ല ആ യാത്രകളിൽ. ഒരുപാട് ജീവിതം, ഒരുപാട് മനുഷ്യർ, പലതരത്തിലുള്ള ഭാഷകൾ, വഴിയോരങ്ങളിലെ കാഴ്ചകൾ, ഇതൊക്കെയായിരുന്നു ആ യാത്രയുടെ അവസാനം മനസ്സിൽ നിന്നിരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ കൂടുതൽ വലിയ സാമ്പത്തിക നിലയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അവധി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് പറയാൻ കുറേയധികം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ അന്ന്
തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അത് ഈ യാത്രകൾ തന്നെയാണ് കാരണം. അപ്പോൾ അച്ഛൻ ഒരിക്കലും വീടിനകത്തേക്ക് കയറിയിരിക്കെ എന്നുള്ള ആജ്ഞാപനമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ലോകം മുഴുവൻ നമ്മുടെ വീടിന് പുറത്താണെന്നും ലോകത്തിലേക്കുള്ള എല്ലാ വഴികളും വീട്ടിൽ നിന്ന് പുറത്തേക്കാണെന്നും കരുതിയിരുന്ന ഒരു സാധാരണക്കാരൻ തന്ന അസാധാരണമായ അനുഭവങ്ങൾ. അതാണ് പിന്നീട് എന്നെ വളരെ നീണ്ട യാത്രാ വഴികളിലേക്കൊക്കെ ഇറക്കിയത് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ എഴുത്തു വഴികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ സ്ഥിരമായി വന്ന് കണ്ടിട്ടുണ്ട്. മാത്രമല്ല, വീടിനടുത്തുള്ള ഒരു ലൈബ്രറി ഉണ്ട്, വായനശാല. അന്നത്തെ ഒരു രസം എന്താന്ന് വെച്ചാൽ വീട്ടിൽ വായിക്കുന്നത് അമ്മയാണ്, പക്ഷെ പുസ്തകം എടുക്കാൻ പോവുക അച്ഛനാണ്. അന്ന് എൻ്റെയൊക്കെ വിചാരം, ഞാൻ ആ ലൈബ്രറി പുറത്തുനിന്നൊക്കെ കാണാറുണ്ട്, ഇത് കുറേ ആണുങ്ങൾക്ക്, ചെറുപ്പക്കാർക്കും ആൺകുട്ടികൾക്കും ഒക്കെ രസിക്കാനും ഇരിക്കാനും പറയാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്നുള്ളൊരു തോന്നലിലാണ് കുട്ടിക്കാലം. കാരണം അവിടെ പോകുന്നതെല്ലാം പുരുഷന്മാരാണ്. പക്ഷെ അവർ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ വീട്ടിൽ വായിക്കുന്നത് മുഴുവൻ സ്ത്രീകളാണ്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ എടുത്തുകൊണ്ടുവരുന്ന കുറേയധികം പുസ്തകങ്ങൾ ആ വായനശാലയിൽ. പിന്നെ വീട്ടിൽ ഈ കളിപ്പാട്ടം പോലെ കിട്ടിയിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഇതൊക്കെ എനിക്കും വായിക്കാനുള്ള അവകാശമുണ്ട്. ഒരിക്കലും ഒരു പുസ്തകമോ ഏതെങ്കിലും ഒരു കഥയോ ഒരു നോവലോ വായിക്കരുത്, ഇത് കുട്ടികൾക്കുള്ളതല്ല എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. യയാതി സ്മാരകശിലകളൊക്കെ വായിക്കുമ്പോൾ എനിക്കതിൻ്റെ ഒന്നും കാര്യം തന്നെ മനസ്സിലായിട്ടില്ല. ഒരു നല്ലപോലെ വായിക്കാൻ അറിയും മലയാളം, ആ പ്രായമായിട്ടുള്ളൂ. അപ്പം ഇത് വായിച്ചു വന്നപ്പോൾ അന്ന് എനിക്ക് എൻ്റെ വീടിന് ചുറ്റും, സ്കൂളിൽ ധാരാളം എനിക്ക് കൂട്ടുകാരുണ്ട്, എൻ്റെ വീടിന് ചുറ്റും എനിക്ക് സ്ഥിരമായി കളിക്കാൻ കളിക്കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനാലയ്ക്കൽ കയറിയിരിക്കുന്ന വളരെയധികം കളിക്കൂട്ടുകാരോ കളിയിടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്ന, ഒറ്റയ്ക്ക് രസിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് വായന എന്ന് തോന്നിപ്പിച്ചത് തീർച്ചയായും വീട്ടിലെ അന്തരീക്ഷം തന്നെയാണ്. പിന്നെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരും ഒരുപാട് ജീവിത എന്താ പറയുക, ലൗകിക ജീവിത പ്രാരാബ്ദങ്ങളിൽ പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവരുടെ യൗവനകാലത്തും മധ്യവയസ്സിലുമൊക്കെ. പക്ഷെ ഈ പ്രാരാബ്ദങ്ങളുടെ ഇടയ്ക്ക് പഞ്ചസാരയോ ചക്കരയൊക്കെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന പേപ്പറിന്റെ കഷ്ണങ്ങൾ ഈ അടുക്കളയിലെ ജനാലയിലൂടെ വരുന്ന വെയിലത്ത് പിടിച്ച് വായിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് സുഖമായി ജീവിക്കാനും ധാരാളം വായിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏത് നേരവും കാല് നീട്ടിയിരുന്ന് വായിക്കുന്ന മുത്തശ്ശി, അതൊരു വലിയൊരു ഓർമ്മയാണ് മനസ്സിൽ. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കാനുള്ളതാണ്, അക്ഷരങ്ങൾ രസിക്കാനുള്ളതാണ്. ഇത് നമ്മുടെ ഒരുപാട് സമയങ്ങളെ എന്താ പറയുക, സന്തോഷിപ്പിക്കാനുള്ളതും ഒട്ടും ചിറകുകളൊന്നും ഇല്ലെങ്കിലും എത്രയോ ദൂരത്തേക്ക് പറന്നു പോകാനൊക്കെ ഉള്ളൊരു വഴികളാണ്, സന്ദർഭങ്ങളാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതിന്ന് ആണ് ചെറിയ ചെറിയ എഴുത്തുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ, പക്ഷേ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ എന്ന് പറയാം. എഴുതണം എന്ന് വളരെയധികം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. എഴുതുമ്പോൾ ഞാൻ അനുഭവിച്ച അതേ തീഷ്ണതയോടുകൂടി ഇത് വായനക്കാരൻ അനുഭവിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കാഴ്ചകളൊന്നും എന്നെ ഭ്രമിപ്പിക്കാറേയില്ല. സത്യം പറഞ്ഞാൽ വലിയ മനുഷ്യരും ഭ്രമിപ്പിക്കാറില്ല. ഞാൻ എപ്പോഴും വലിയ കാഴ്ചകൾ മറച്ചു നിൽക്കുന്ന പിന്നിലെ ചെറിയ കാഴ്ചകൾ കാണാനാണ് ആഗ്രഹിച്ചത്. താജ്മഹലിലേക്ക് പോകുമ്പോൾ അതിന് ചുറ്റുമുള്ള ഗലികളുണ്ടല്ലോ, ഇടുങ്ങിയ തെരുവുകളുണ്ടല്ലോ, അവിടെ നടക്കാനാണ് ഒരുപാട് കൊതിച്ചിരുന്നതും നടത്തിയിരുന്നതും. ഇപ്പോൾ വാരണാസിയിലെ ഘാട്ടുകൾ അതിമനോഹരവും അതിവിചിത്രവും, നമ്മളൊരു ടൈം മെഷീനിൽ കയറി പോയതുപോലെയാണ്, വേറെ ഏതോ ഒരു യുഗത്തിലൊക്കെ എത്തിയതുപോലുള്ള ഒരു അനുഭവമാണ് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അവിടുത്തെ തീരെ വെളിച്ചം കുറഞ്ഞ മഞ്ഞച്ച പോലെ നമുക്ക് തോന്നിക്കുന്ന കുറേ ഇടുങ്ങിയ വഴികളിലൂടെ നടക്കാൻ
അവിടുത്തെ അതിപൗരാണികമെന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾക്കകത്തെ ജീവിതം കാണാനൊക്കെയാണ് ഞാൻ ഏറെ സമയം. അതുപോലെ ഈ യാത്രകളിൽ പെട്ടെന്ന് വഴിയരികിൽ കാണുന്ന ചില ചിത്രങ്ങളുണ്ട്, ചില കുടുംബ ചിത്രങ്ങൾ. ഭയങ്കര രസമാണത്. പെട്ടെന്ന് വണ്ടി നിർത്തി അവിടെ ഇറങ്ങുക, അവരെ കാണുക, ഒരു ചെറിയ വീടും ആ വീട്ടിലെ അവരുടെ ഒരു മുഹൂർത്തം, ആ ഒരു സമയം അവർക്കൊപ്പം ചെലവഴിക്കുക. അങ്ങനെയുള്ളതെന്നൊക്കെ എനിക്ക് വലിയ കഥകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളതെന്ന് അതിവിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതും ആയിട്ടുള്ള ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു വ്യക്തിപരമായ അനുഭവമായിട്ട് തോന്നും. ഞാനിത് എഴുതുമ്പോൾ വായനക്കാരന് അത് അതുപോലെ തന്നെ അനുഭവപ്പെടുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ എന്ന് പറയാം. എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നത് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഈ എഴുത്ത് ശൈലിയിൽ മുതിർന്ന എഴുത്തുകാർ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആര്? ഒന്ന് വിശദീകരിക്കാമോ? Western Group, India's leading industrial corporation, your dependable partner towards growth. Established in 2001, we are committed to quality, trust, and innovation. At Western, we constantly strive to upgrade our processes and services, incorporating international developments to offer world-class products. Our product range is versatile and robust, including cutting-edge electrical panels, industrial heavy electrical equipment, supermarket racking solutions, and manufacturing of stainless steel wall flanges, all designed with precision and quality. With 20 years of experience, Western's vision is to earn customer trust and delight, tirelessly serving consumers to the best of our abilities. പിന്നെ എന്നെ ഏതൊക്കെ എഴുത്തുകാരാണ് എഴുത്തിൻ്റെ ശൈലിയിൽ സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ, എഴുത്തിൽ എന്നെ ആരും സ്വാധീനിച്ചിട്ടില്ല. എഴുത്തിൻ്റെ രീതികളിൽ ഞാൻ ആരെയും അനുകരിക്കാനും ശ്രമിച്ചിട്ടില്ല. കാരണം അത്രയേറെ സംവേദനക്ഷമതയുള്ള മലയാള സഹൃദയ ലോകമാണ്. അനുകരണമൊക്കെ ഒന്നോ രണ്ടോ തവണ നടന്നേക്കാം. ഒരു വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി നമ്മളെ സ്വാധീനിച്ച് നമ്മൾ അവരുടെ ഭാഷയോ അല്ലെങ്കിൽ അവരുടെ ഒരു ശൈലിയോ ശീലമോ ഒക്കെ കടമെടുത്ത് എഴുതുന്നത് ഒന്നോ രണ്ടോ തവണയൊക്കെ ചിലപ്പോൾ ജയിച്ചു എന്ന് വരും. പക്ഷെ വ്യക്തിപരമായ നമ്മുടെ ഒരു സിഗ്നേച്ചർ, ഒരു ഒപ്പ് നമ്മുടെ എഴുത്തിലില്ലെങ്കിൽ ആ കപടത പെട്ടെന്ന് പുറത്തു വരുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റേതായ ഒരു ശൈലിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും എഴുതാറുള്ളതും സംസാരിക്കാറുള്ളതും യാത്ര ചെയ്യാറുള്ളതും എല്ലാം. പക്ഷേ വായനയെ ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടുണ്ട്. വായനയെ സ്വാധീനിച്ചത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, കുട്ടിക്കാലത്തൊക്കെ വായിച്ചിരുന്നത്. കുട്ടിക്കാലത്ത് വായിച്ചിരുന്ന ആ മനുഷ്യർ, അവരുടെ എഴുത്ത് അത്രയേറെ എന്നെ ആകർഷിച്ചത് കൊണ്ടായിരിക്കണം ഞാൻ വീണ്ടും 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 വായിക്കാൻ ഒരുമ്പെട്ടത്. ഒരുപക്ഷെ ആദ്യത്തെ വായനയിൽ തന്നെ അതൊന്നും ഒട്ടും സ്പർശിക്കാതെ പോയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഷ, അവർ പറയുന്ന വിഷയങ്ങൾ ഒട്ടും സ്പർശിക്കാതെ പോയിരുന്നെങ്കിൽ വായന ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമായി മാറിയെന്നെ എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹവും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം വായനയെ. SK പൊറ്റേക്കാടിൻ്റെ യാത്രകൾ ഒരു അത്ഭുത മനുഷ്യനായിട്ട്, അതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള യാത്രകളാണ്. ഇത്രയൊന്നും യാതൊരു ഗതാഗത സൗകര്യങ്ങളോ മറ്റേത് തരത്തിലുള്ള ഒരു സൗകര്യമോ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഒരു മനുഷ്യൻ ആഫ്രിക്ക മുഴുവൻ ലോറികളിലും നടന്നും വേറെ വല്ലവരുടെ കാറുകളിൽ കയറിയും പിന്നെ ഈ കൽക്കരി കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന ബോട്ടുകളിലും ട്രെയിനുകളിലുമൊക്കെ കയറി യാത്ര ചെയ്യുന്നത്. ഭയങ്കര അത്ഭുതകരമായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിൽ വരച്ചിട്ടത്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ സത്യത്തിൽ ഞാൻ SK പൊറ്റേക്കാടിൻ്റെ വഴികളിലൂടെ അല്ല പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അന്ന് അത്തരം ആളുകൾ ഒരുപാട് സ്വാധീനിച്ചത് കൊണ്ടാണ് വായന എന്നും കൂടെ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് എഴുത്ത് ശൈലിയിൽ ഞാൻ ആരെയും പറയില്ല. വായനയിൽ സ്വാധീനിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. നന്ദിനിയുടെ യാത്രാക്കുറിപ്പുകളും തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളും നടന്നു തീർക്കുന്ന വഴികളും ഒക്കെ, പ്രത്യേകിച്ചും ആംചോ ബസ്തർ, വളരെ വ്യത്യസ്തമുള്ളതും ആഴത്തിലുള്ളതും അധികമാരും പരിചയപ്പെടുത്താത്ത അപരിചിതത്വം തുളുമ്പുന്നതുമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇത് മനഃപൂർവ്വമാണ്. ആംചോ ബസ്തർ എന്ന പുസ്തകം, അതിനോട് വേറെയും ധാരാളം സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ എഴുതുന്ന കുറിപ്പുകൾ വളരെ ആഴത്തിലുള്ളതാണെന്നാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. അപ്പോൾ ഈ ആഴം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി, അതെങ്ങനെ അളക്കണം എന്നും എനിക്ക് മനസ്സിലായില്ല. ആംചോ ബസ്തറിൻ്റെ ഒരു ഭൂമിക, അതൊരു നമുക്കൊട്ടും പരിചിതമല്ലാത്തതും ഒരു പക്ഷേ നമ്മളെല്ലാവരും ഒന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതും, മറിഞ്ഞിരുന്നെങ്കിൽ അതങ്ങനെ ഒന്നും അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നതും, പിന്നെ കുറെ കൂടെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തിരുന്ന്, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കമാണെന്ന് വിചാരിക്കും, ഒരു വെള്ളപ്പൊക്കം നമ്മൾ കാണുകയാണ്, നമുക്കത് കാണാൻ തീർച്ചയായിട്ടും ഒരു കൗതുകമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ സുരക്ഷിതമായ ഒരു ഉയർന്ന പ്രദേശത്ത് ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് നമ്മൾ താഴെ നടക്കുന്ന വെള്ളപ്പൊക്കം കാണണം. അതീവ കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയും അനുഭവമൊക്കെയാണിത്. ഈ നമ്മളിപ്പോൾ ചില റീൽസൊക്കെ കാണാറില്ലേ, ആന ഓടിച്ചിട്ട് പിടിക്കാൻ വരുന്നത്, ആന വണ്ടി തള്ളിയിടുന്നത്, വണ്ടിക്കകത്തിരിക്കുന്ന ആളുകളെല്ലാം കരഞ്ഞു വിളിക്കുന്നത്, ഇതൊക്കെ എന്താണ് കാണാനുള്ള കൗതുകം? അതിൻ്റെ പിന്നിൽ നമ്മൾ സുരക്ഷിതമായ സ്ഥാനത്തിരുന്നു കൊണ്ടാണ്. ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിലെ ടെറസിൽ ഇരുന്നു കൊണ്ട് താഴെ ആനകൾ ചെയ്യുന്ന ഭീകര പ്രവർത്തനങ്ങളൊക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും വലിയ കൗതുകം തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു കൗതുകം ഈ ആംചോ ബസ്തറിന്റെ ഭൂമികയിലുണ്ട്. ഞാൻ സുരക്ഷിതമായി എൻ്റെ പ്രിവിലേജുകളിൽ ഇരുന്നു കൊണ്ട് അത് കാണാനുള്ള ഒരു കൗതുകം. അങ്ങനത്തെ കൗതുകങ്ങൾ മനസ്സിൽ വരുമ്പോഴാണ് ഇത് വളരെ ഡീപ്പായിട്ടുള്ള, വളരെ വിചിത്രമായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള, അത്രയൊന്നും പിന്നെ മറ്റുള്ളവർക്ക് പരിചിതമല്ലാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയാണല്ലോ എന്ന് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഇറങ്ങി നടന്നു നോക്കുകയാണെങ്കിൽ, ഇപ്പം ആദ്യം പറഞ്ഞ വെള്ളപ്പൊക്കവും ആനയും ഒക്കെ പോലെ തന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. പലതരം അതിജീവന തന്ത്രങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു, നമ്മളതെല്ലാം പയറ്റുന്നു, നമ്മളതിൻ്റെ ഭാഗവും അവരുടെ തന്നെ ഒരാളായിട്ട് മാറുമ്പോൾ എനിക്കെന്തോ ആ വിഷയം വളരെ അത്ഭുതകരമാണ്, വളരെ ആഴത്തിലുള്ളതാണ്, ഒട്ടും പരിചിതമല്ലാത്തതാണെന്ന് പറയാൻ കഴിയില്ല. ആംചോ ബസ്തറിൻ്റെന്നല്ല, ഏതൊരു യാത്രയെക്കുറിച്ചും ഞാൻ അങ്ങനെ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നിൽക്കുമ്പോൾ അത് നമ്മുടെ കൂടെ ഒരു കാര്യമാണ്, നമ്മുടെ കൂടെ ഒരു ജീവിതമാണ്. വേറിട്ട് നിന്നതിനെ കാണാൻ കഴിയില്ല. A1 Coatings will convert your dreams into reality. Give us your dreams, we will give them wings to soar high. പുതിയ വായനക്കാർ, പുതിയ കാലം, പുതിയ വായനാശീലങ്ങൾ എങ്ങനെ നന്ദിനിയുടെ എഴുത്തിനെ സ്വീകരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാറുണ്ടോ? പുതിയ ലോകത്ത്, പുതിയ വായനക്കാരുടെ ഇടയിൽ പുതിയ സാമൂഹിക
നിലയിൽ എൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എഴുത്തുകൾ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു, എങ്ങനെ വായിക്കപ്പെടുന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സത്യത്തിൽ എനിക്ക് പുതിയ എന്നുള്ളത് തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പുതിയ കാലം, പുതിയ ഭാഷ, പുതിയ ജീവിതം, പുതിയ ശൈലി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രായത്തിനെ മാനദണ്ഡമാക്കി വെച്ചുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ പ്രായത്തിൽ ഞാൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 25 വയസ്സുള്ള ഒരു ഒരു വായനക്കാരൻ എനിക്കൊരു പുതിയ വായനക്കാരനായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ ഇപ്പോൾ 90 വയസ്സിൽ നിൽക്കുന്ന ഒരു എഴുത്താളൻ്റെ ജീവിതത്തിൽ ഒരു 60 കൊല്ലം മുമ്പുള്ളൊരു വായനക്കാരനായിരിക്കണം പുതിയ വായനക്കാരൻ. അപ്പം ഈ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ തലമുറ എന്നുള്ളത് ഏത് കാലത്തുമുണ്ട്. അതുകൊണ്ട് യാത്രാ പുസ്തകങ്ങളുടെ കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്. യാത്രാ പുസ്തകങ്ങളിൽ അപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്, എന്നിലേക്ക് വന്ന് നിറയുന്നത്, ഞാൻ അറിയാതെ ചെന്നുപെടുന്നത്, എന്നെ തേടി വരുന്നത്, ഞാൻ അറിയേണ്ടതായിരുന്നു, കേൾക്കേണ്ടതായിരുന്നു എന്ന് ആരോ ചിലരാൽ നിയോഗിക്കപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിലേക്ക് വരുന്നത്. എഴുത്തും അത് തന്നെയാണ്. അപ്പോൾ അത് വായിക്കുന്ന ഒരു 70 വയസ്സുകാരനും ഒരു 50 വയസ്സുകാരനും ഒരു 20 വയസ്സുകാരനും അത് പുതിയ സംഭവം തന്നെയാണ്. അത് പുതിയ ജീവിതത്തിന്റെ കാര്യം തന്നെയാണ്. അതൊരു പുത്തൻ അനുഭവം തന്നെയാണ്. അപ്പോ ഞാൻ അതിന് ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടെന്നോ അല്ലെങ്കിൽ അവരിലേക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഞാൻ എന്നോ ഒന്നും വലുതായിട്ട് ചിന്തിക്കുന്നില്ല. ഞാൻ യാത്ര ചെയ്യുന്നു, കഴിയുന്നതും സത്യസന്ധമായി ഞാൻ ആ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്നു. അത് ഇഷ്ടപ്പെടുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യരുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. യുവ എഴുത്തുകാർക്ക് നൽകാൻ എന്ത് ഉപദേശം അല്ലെങ്കിൽ സന്ദേശമാണ് ഉള്ളത്? പുതിയ എഴുത്തുകാർക്ക് എന്ത് ഉപദേശം എന്നൊക്കെ ചോദിച്ചാൽ എഴുത്തിൽ എന്ത് ഉപദേശമാണുള്ളത്? ഒരു കാര്യമുണ്ട്, സത്യസന്ധത എന്നുള്ളതാണ്. അത് എഴുത്തിൽ കഴിയുന്നത്ര സത്യസന്ധത പാലിക്കുക. അത് ഫിക്ഷൻ ആണെങ്കിലും നോൺ ഫിക്ഷൻ ആണെങ്കിലും നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ തോന്നുന്ന ഭാഷയിൽ പറയുക. ഇതാണ് ഒരു ട്രെൻഡ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ 10 എഡിഷൻ വന്ന പുസ്തകം അല്ലെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച പുസ്തകം, എല്ലാ അവാർഡുകളും കിട്ടിയ പുസ്തകം ഈ ഒരു ശൈലിയിലാണ്. എന്നാൽ ഞാനും ആ ശൈലിയിൽ എഴുതുക എന്ന് പറയുന്നത് അത്യന്തം കപടതയുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ആ എഴുത്തുകാരന് സാധിച്ചു എന്ന് വരാം, ആ എഴുതിയ ആൾക്ക്. വേറെ ആൾക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾക്ക് കഴിയുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ഒരു നൂതനമായ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അംഗീകരിക്കപ്പെടുന്നു തന്നെയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പല പുസ്തകങ്ങളും തിരഞ്ഞുപിടിച്ച് വായിക്കുന്നത്. ചിലപ്പോൾ ഈ തിരഞ്ഞുപിടിച്ച് വായിക്കുന്ന പുസ്തകം വാണിജ്യപരമായി വലിയ വിറ്റുവരവൊന്നും ഉണ്ടായതായിരിക്കില്ല. അതിനൊക്കെ കച്ചവട തന്ത്രങ്ങൾ വേറെ പലതും ഉണ്ട് വിറ്റുപോകുന്ന കാര്യത്തിൽ. പക്ഷെ നമ്മൾക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ വായിക്കൂ. ചിലപ്പോൾ വാങ്ങിയെന്നൊക്കെ വരാം, 2-3 പേജിൽ വായന നിർത്തിയെന്നൊക്കെ വരാം. അപ്പോൾ പുതിയതോ പഴയതോ എഴുതാൻ ആഗ്രഹിക്കുന്നവരോ ആരോടും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, സത്യസന്ധത നമ്മുടെ എഴുത്തിൽ കൊണ്ടുവരിക. അനാവശ്യമായ അനുകരണങ്ങൾ, കാരണം ഒരു ജീവിതവും ഒന്നിനോട് പൊരുത്തപ്പെടുന്നില്ല, ഒന്നല്ല. ഒരു വീടിനകത്ത് തന്നെ 3 പേർ ജീവിക്കുന്നുണ്ടെങ്കിൽ 3 പേരും 3 തരം ജീവിതം ജീവിക്കുന്നുണ്ട്. ഒരു 10 പേരുടെ ഒരു സംഘം ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ 10 പേരും 10 തരം കാഴ്ചകൾ, 10 തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അനുഭവിച്ചത്, ഞാൻ കണ്ടത്, എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിയത്, എനിക്ക് പറയാനുള്ളത് എന്ന ഒരു തലത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. എന്താണ് നന്ദിനിയുടെ പുതിയ പ്രൊജക്ട്? പിന്നെ
പുതിയതായിട്ട് എന്താണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് എൻ്റെ 3ാമത്തെ പുസ്തകം വരികയാണ്. അപ്പോൾ അംചോ ബസ്തർ എന്ന ഈ അവാർഡ് കിട്ടിയ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണ്. ഈ 3ാമത്തെ പുസ്തകവും പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി തന്നെയാണ്. അത് ഭൂട്ടാനാണ്. ഭൂട്ടാനിലൂടെ ഒരു 23 ദിവസത്തെ യാത്രയുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ 7 ദിവസം ഞാൻ കുടുംബമായിട്ട് തന്നെയാണ് യാത്ര ചെയ്തത്. അത് ഒരുവിധം എല്ലാ യാത്രക്കാരും എല്ലാ സഞ്ചാരികളും പോകുന്ന, കുടുംബങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പോകുന്ന, ഹണിമൂൺ കപ്പിളൊക്കെ പോകുന്ന പാറോ പുനഖ, തിമ്പു എന്നൊക്കെ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ ഭൂട്ടാൻ. അത് സത്യത്തിൽ ഭൂട്ടാനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോയതാണ്. എൻ്റെ മോഹം മുഴുവൻ ഏറ്റവും ഗൂഢമായ ജീവിതങ്ങളുള്ള, പുറത്തേക്ക് ഇനിയും ഒട്ടും വെളിപ്പെട്ടിട്ടില്ലാത്ത 12 വർഷങ്ങൾ മാത്രമായിട്ട് മറ്റ് യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത കിഴക്കൻ ഭൂട്ടാനിലെ വഴികളായിരുന്നു. അവിടെ ഞാൻ തനിച്ചാണ് യാത്ര ചെയ്തത്. ആ യാത്രകളാണ് ആ പുസ്തകത്തിൽ കൂടുതലായിട്ട് വരുന്നത്. വളരെ വിചിത്രമായ കുറേ മനുഷ്യരിലൂടെ, കുറേ ജീവിത ശൈലികളിലൂടെ, വിശ്വാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയ കുറേ ദിവസങ്ങളായിരുന്നു അത്. ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ആ പുസ്തകത്തിനെ കാത്തിരിക്കുകയാണ്. തീർച്ചയായും അംചോ ബസ്തർ ഏറ്റെടുത്ത മലയാള സഹൃദയ ലോകം, വായനാ ലോകം ആ പുസ്തകത്തെയും ഏറ്റെടുക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. അതന്നെയാണ് വലിയൊരു പ്രതീക്ഷയും. അവാർഡിനർഹമായ ആംചോ ബസ്തറിനെ കുറിച്ച് പറയാമോ? ഒപ്പം ബസ്തർ എന്ന സ്ഥലത്തെക്കുറിച്ചും. അവിടെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താണ്? ആംചോ ബസ്തർ എന്നുള്ളത് വെറുതെ ഒരു യാത്രാനുഭവം, യാത്രാ പുസ്തകം എന്ന് പറയാൻ പറ്റില്ല. ഒരു 3.5 വർഷത്തെ യാത്രകളാണത്. യാത്ര എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് തന്നെ പറയാം. ബസ്തർ ഛത്തീസ്ഗഡിലെ ഒരു ഡിവിഷനാണ്. 7 ഡിസ്ട്രിക്റ്റുകൾ ചേരുന്ന ഒരു വലിയ ഡിവിഷനാണത്. കേരളത്തിനേക്കാളും, കേരള സംസ്ഥാനത്തിനേക്കാളൊക്കെ എത്രയോ വലുപ്പം കൂടിയതാണ് ബസ്തർ ഡിവിഷൻ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ സ്ഥലത്തിന്. നരവംശാസ്ത്രപരമായി, ഭൂമിശാസ്ത്രപരമായി, ചരിത്രപരമായി, ഐതിഹാസികമായി ഒക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വലിയ ഭൂവിഭാഗം. ഏകദേശം ഇന്ത്യയുടെ ഒരു മധ്യഭാഗത്തായിട്ടാണല്ലോ ഇത് വരുന്നത്. പക്ഷേ എത്രത്തോളം മറ്റ് സ്ഥലങ്ങളിലുള്ള മനുഷ്യർ, നമ്മൾ ഭാരതീയർ എത്രത്തോളം ബസ്തറിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വളരെ സംശയമുള്ളൊരു കാര്യമായിട്ടാണ്. അവിടുത്തെ രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ആക്ടിവിസം ഒരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ബസ്തറിലെ വിപ്ലവം എഴുതി കാശ് വാങ്ങാൻ ഒരുപാട് ഗുണമുള്ളൊരു കാര്യമാണത്. ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, എഴുതി കാശ് വാങ്ങാൻ എഴുത്താളർക്ക് സഹായകമാകുന്ന കുറേ കാര്യങ്ങൾ. അതിലൊന്നാണ് ഈ ബസ്തർ വിപ്ലവം. പക്ഷേ ആ ഒരു സ്ഥലത്തെ ഇത്രയും വലിയ, ഇപ്പൊ ഇസ്രായേൽ, ബെൽജിയത്തിനേക്കാളൊക്കെ എന്ന രാജ്യങ്ങളെക്കാളൊക്കെ വലുതായ ഈ ഭൂഭാഗത്തിന്റെ അകത്തെ നരവംശാസ്ത്രപരമായ 10,000 വർഷങ്ങളോളം പഴക്കമുള്ള ഗോത്രജീവിതം, ഗോത്രചിഹ്നങ്ങൾ, ഗോത്രപ്രതീകങ്ങൾ, പ്രത്യേകതരം സംസ്കാരം, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഗോത്രവിഭാഗങ്ങൾ, ഓരോ വിഭാഗത്തിന് 2-3 തരത്തിലുള്ള ഭാഷകൾ, ഓരോ ഗോത്രവും സംസാരിക്കുന്ന ഒരു ഭാഷ, വേറൊരു മന്ത്രഭാഷ, അത് താന്ത്രികമായിട്ടുള്ള അവരുടെ ആ ഒരു ജീവിതത്തിനൊക്കെയുള്ള അവരുപയോഗിക്കുന്ന ഭാഷ, വേറൊരു ഒരു നിഗൂഢ ഭാഷ, ഗൂഢഭാഷ. അതിലാണ് അവർ അവരുടെ അതിവിചിത്രങ്ങളായിട്ടുള്ള ചികിത്സാ രീതികളും മറ്റും രഹസ്യമായി പൊതിഞ്ഞു വെക്കുന്നത് അത്തരം ഭാഷകളിലാണ്. ഇങ്ങനെ ഭാഷകളുടെയൊക്കെ ഒരു വളരെ വൈവിധ്യമുള്ള ഒരു ലോകം. ഇതൊന്നുമല്ല പുറത്തേക്ക് ബസ്തറിനെ കുറിച്ച് നമ്മൾ അറിയുന്നതോ പുറത്തേക്ക് വരുന്ന വാർത്തകളോ.
എഴുതി എഴുതി എല്ലാവരും വളരെ വലിയ നിലകളിലേക്കും വലിയ അവാർഡുകളിലേക്കും വലിയ പൊതുജീവിതത്തിലേക്കൊക്കെ എഴുത്താളന്മാരെത്തുന്നതോ ഇതൊന്നും അടിസ്ഥാനമാക്കിയിട്ടല്ല. ഇതൊന്നും വളരെ വലിയ വിഷയമാകുന്നതേ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ബസ്തർ റെഡ് കോറിഡോർ എന്നുള്ള ഭാരതത്തിലെ ചുവന്ന ഇടനാഴി എന്നുള്ള ആ ഒരു ഇതിൽ വരുന്നതാണ്. വളരെ ആഴത്തിൽ ചുവപ്പിൽ അടയാളപ്പെട്ട ഭൂമിയാണ്, കലാപഭൂമിയാണ്, ഇൻസർജൻസി ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ വിഷയത്തിൽ കിടന്ന് എല്ലാവരും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു പ്രത്യേകതകളോ ഒരു പ്രത്യേകമായ ഓറ പരിവേഷങ്ങൾ ഒന്നുമില്ലാതെ ഒരു സാധാരണക്കാരിയായിട്ട് ഞാൻ നടത്തിയ യാത്ര എന്നോ അല്ലെങ്കിൽ കുറെ കാലത്തെ ജീവിതം എന്നോ പറയാം ഈ പുസ്തകത്തിനെ കുറിച്ച്. പിന്നെ അവിടെ എന്താണ് എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ എഴുത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത അനുഭവം എന്നാണല്ലോ ചോദിച്ചത്. അങ്ങനെ പറയുകയാണെങ്കിൽ മൊത്തം ബസ്തർ യാത്ര അനുഭവ ബഹുലമാണ്. ഒന്നും തന്നെ എനിക്ക് പരിചയമുള്ള കാര്യങ്ങളല്ല അവിടെ. എല്ലാ കാര്യങ്ങളും ഞാൻ അത്ഭുതത്തോടെ കാണുകയും അവരിൽ നിന്ന് മനസ്സിലാക്കുകയും അവരുടെ അത്രയും ഉന്നതമായ സാംസ്കാരിക നിലവാരത്തെക്കുറിച്ച് അത്ഭുതത്തോടെ കണ്ടറിയുകയും ചെയ്ത ഒരു കാര്യമാണ്. അതിലാണ് ഈ ഗോട്ടുൽ എന്നുള്ള സംസ്കാരമൊക്കെ വരുന്നത്. കൗമാരപ്രായക്കാരുടെ ഗോട്ടുൽ എന്ന സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പ്രഷർ കുക്കർ പോലെ ഇങ്ങനെ മുറ്റി വീർത്ത് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന നമ്മുടെ കൗമാരെന്ന് മാത്രം പറഞ്ഞുകൂടാ, മധ്യവയസ്സ് കഴിഞ്ഞിട്ടും വാർദ്ധക്യത്തിൽ എത്തിയിട്ടും ഇനിയും നമ്മുടെ മാഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത, ഇനിയും വ്യക്തമായി തുടങ്ങിയിട്ടില്ലാത്ത ലൈംഗിക ജീവിതങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ ഗോട്ടുൽ ജീവിതം, ആ ഗോത്രവിഭാഗങ്ങൾ ഇന്നും വളരെ സൂക്ഷ്മമായി കൊണ്ട് നടക്കുന്ന അത്തരം സംസ്കാരങ്ങൾ തീർച്ചയായും ഉയർന്ന് ചിന്തിക്കാൻ തന്നെ, കണ്ണു തുറന്ന് കാണാൻ തന്നെ നമ്മളെ പ്രേരിപ്പിച്ചു, എന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ ആംചോ ബസ്തർ എന്ന പേരിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? പിന്നെ ആംചോ ബസ്തർ എന്ന ഈ പേരെങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആംചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെയാണ് അർത്ഥം. അത് അവിടെ ഹൽബ ഗോത്രത്തിന്റെ ഹൽബി ഭാഷയിലുള്ള ഒരു വാക്കാണ് നമ്മുടെ ബസ്തർ. വേറൊന്നുകൂടെ ഞാൻ ഈ പുസ്തകത്തിന് ഇങ്ങനെ ടൈറ്റിൽ ഇടാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ കൗമാരക്കാരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു വലിയ സംഘടന യാത്രക്കാരെ വളരെ ഗൂഢമായ സ്ഥലങ്ങളിലേക്കും അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അതിവിജനമായ സ്ഥലങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോവുക, അവരുടെ ഗ്രാമത്തെ നമുക്ക് പരിചയപ്പെടുത്തുക, അവരുടെ ജീവിതത്തെ നമുക്ക് പരിചയപ്പെടുത്തുക, ഈ ട്രക്കിംഗ് പോലുള്ള അതിസാഹസികമായ കാര്യങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരെ സഹായിക്കുക എന്നൊക്കെ ചെയ്യാനുള്ള ഒരു സംഘടനയാണത്. അവരെല്ലാവരും വിദ്യാർത്ഥികൾ തന്നെയാണ്. ആ സമയം, പഠിപ്പിന്റെ സമയം കഴിഞ്ഞ ബാക്കിയുള്ള സമയത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ കുട്ടികൾക്കൊപ്പം ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അവരുടെ ഒരുപാട് സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ ഞാനുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. പിന്നെ വളരെ തീരെ ചെറിയ തോതിലാണെങ്കിലും ഞാൻ അവരുടെ ജീവിതത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളോടുള്ള എൻ്റെ അത്രയേറെ വാത്സല്യം, അത്രയേറെ സ്നേഹം, അതിനും കൂടിയാണ് ഞാൻ ആ സംഘടനയുടെ പേര് ഇതിൽ കൊടുത്തത്. വിദൂര പ്രദേശമായ ബസ്തർ അനുഭവങ്ങൾ മലയാളികൾ ഏതു തരത്തിലാണ് ഏറ്റെടുത്തത്? ബസ്തർ യാത്രകളെ കുറിച്ച് ഇത് വായിച്ചവരുടെ മലയാളത്തിൽ ഇത് വായിച്ചവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കണ്ടായല്ലോ. ഇതിൽ 9 അധ്യായങ്ങളുണ്ട്. ഇതിൽ 7ലും ഞാൻ എഴുതിയിരിക്കുന്നത് ബസ്തർ എന്ന ആ വലിയ വന സാമ്രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. ആ അത്തരം മേഖലകളെ കുറിച്ച് തന്നെയാണ് 7 അധ്യായങ്ങളിലും എഴുതിയിരിക്കുന്നത്. അത് ഞാൻ അവർക്കൊപ്പം അവരുടെ എല്ലാം വിശ്വസ്തനായ, അവർക്കെല്ലാവർക്കും സമ്മതനായിട്ടുള്ള, അവർ ഏറെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന
ഒരു പ്രവർത്തകനോടൊപ്പം, ഷക്കീൽ റിസ്വി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിനോടൊപ്പം ഞാൻ നടന്നപ്പോൾ ഞാനും അവർക്ക് സമ്മതയായി എന്നേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ എടുത്തിരുന്നു ഞാൻ ഈ ഒരു ഗ്രാമത്തിലേക്കൊക്കെ കടക്കാനും അവരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനും. അതുവരെ അവിടെയുള്ള വളരെ കുറച്ച് ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഈ തീർത്ഥഗഡ്, കുടുംസർ ഗുഹ, തീർത്ഥഗഡ് പിന്നെ വെള്ളച്ചാട്ടം, അങ്ങനെ ചിത്രകൂട് വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്നത്, അവിടെയൊക്കെ പോയിട്ട് വരാം ആർക്ക് വേണമെങ്കിലും. പക്ഷെ അതല്ലല്ലോ എൻ്റെ യാത്ര. ഞാൻ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ആ ജീവിതത്തിലേക്ക് കയറി പറ്റാൻ അത്രയേറെ സമയമെടുത്തു. ആ സമയമെടുത്തതിന് കാരണം മൊത്തം ലോകത്തെ വളരെ സംശയത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു വലിയ ജനത, അതിന് ഈ ബസ്തറിനകത്തെ ഒരു വലിയ ജനത, എല്ലാവരെയും സംശയത്തോടെ വീക്ഷിക്കുന്ന പുറം ലോകത്തു നിന്ന് വരുന്നവരെ. അപ്പോൾ അവർക്ക് ഏറ്റവും സമ്മതനായ ഒരു സുഹൃത്തോ സഹോദരനോ നേതാവോ ഒക്കെ ആയ ഒരു മനുഷ്യൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തി, അയാൾക്കൊപ്പം നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അവിടെ പരിചയപ്പെട്ടു. പിന്നെ അവരുടെ എല്ലാവരുടെയും ഉറ്റ സുഹൃത്തായി, അവരുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെയായി. പിന്നീടാണ് ഞാനിത് എഴുതാൻ തുടങ്ങുന്നത്. ആദ്യം ചെറിയ ചെറിയ ആർട്ടിക്കിളൊക്കെയാണ് എഴുതിയത്. പിന്നീടാണ് ഇതൊരു വലിയ പുസ്തകമായിട്ട് മാറിയത്. അപ്പോൾ അതിലുണ്ടായ എൻ്റെ ഓരോ ദിവസവും എനിക്ക് പ്രധാനപ്പെട്ട അനുഭവം തന്നെയാണ്. ഒന്നും അതിൽ പ്രത്യേകമായിട്ട് പറയാനില്ല. പക്ഷെ ഈ 2 അധ്യായങ്ങളുണ്ടല്ലോ, ഒന്ന് ഉൻലോഗ് എന്ന പേരുള്ള ഒരു അധ്യായം, രണ്ടാമത്തേത് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് കമാൻഡർ ഭദ്രണ്ണ രാമയുമായിട്ടുള്ള എൻ്റെ ഒരു സംഭാഷണം. ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചതിനെ കുറിച്ച് ഞാൻ എഴുതിയത്. ഈ 2 കാര്യങ്ങളാണ് കേരളത്തിലെ വായനക്കാരിൽ ഭൂരിപക്ഷം ആളുകളും വളരെ കൗതുകത്തോടുകൂടി താല്പര്യത്തോടുകൂടി വായിച്ചതും, ഒരു പുസ്തക റിവ്യൂ അങ്ങനെ ഏതെങ്കിലും ഒരു സഹൃദയ കൂട്ടായ്മ പോലുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നതും ഈ 2 അധ്യായങ്ങളിൽ നിന്ന് തന്നെയാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടാണെന്ന്, ചിലപ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ ആയിരിക്കണം അതിന് കാരണമെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ആളുകൾ, കേരളത്തിലെ എന്നല്ല ഞാൻ പറയുന്നത്, മലയാളി വായനക്കാർ, ഇപ്പോൾ ലോകം മുഴുവനുള്ള മലയാളി വായനക്കാരുണ്ടല്ലോ, വായനക്കാരുടെ സമൂഹം വളരെ കൗതുകത്തോടുകൂടി ഇത് ഏറ്റെടുത്തു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം രാഷ്ട്രീയമാവട്ടെ, വേറെ ഏതെങ്കിലും ഒന്നും ആവട്ടെ, ഏതായാലും ഇത് ഏറ്റെടുക്കപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് സന്തോഷമുള്ളൊരു കാര്യം. മൂന്ന് പതിറ്റാണ്ടുകളായി വിശാഖപട്ടണത്താണല്ലോ താമസം. പ്രകൃതി രമണീയമായ ഈ കടലോര നഗരം നന്ദിനിയുടെ എഴുത്തിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? പിന്നെ വിശാഖപട്ടണത്തെ ജീവിതം ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണല്ലോ. അത് എൻ്റെ യാത്രകളെ, എൻ്റെ എഴുത്തുകളെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ, ഈ പ്രകൃതി രമണീയത എൻ്റെ യാത്രയ്ക്ക് എനിക്കൊരു വിഷയമേ അല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പോകുന്ന പുസ്തകം ഭൂട്ടാനിലെ നാഫ്രോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൂടെ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ നാഫ്രോങ്ങിൽ നമ്മൾക്ക് ഒരു പച്ച പുല്ലിൻ്റെ തലപ്പ്, അത് കിഴക്കൻ ഭൂട്ടാനാണ്, പച്ച പുല്ലിൻ്റെ ഒരു തലപ്പ് കാണാൻ വലിയ കഷ്ടമാണെന്ന് പറയണ പോലെയാണ് ആ സ്ഥലം. മൊത്തം മഞ്ഞച്ച ഈ കത്തി പോലെ ഇങ്ങനെ കൂർത്തു നിൽക്കുന്ന മലഞ്ചെരുവുകളും പാറക്കെട്ടുകളുമുള്ള ഒരു ഭൂഭാഗമാണത്. അത്ഭുതം തോന്നും. ഏകദേശം ഭൂട്ടാൻ സർക്കാർ തന്നെ അവിടെ ഇനി കൂടുതലായിട്ട് വികസന പ്രവർത്തനങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഏത് സമയത്തും വലിയ ആനയുടെ ഒക്കെ വലുപ്പത്തിലുള്ള കല്ലുകൾ ഉരുണ്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ വളരെ വലിയ പേമാരി അവിടെ പെയ്യാറുണ്ട്, ഭൂട്ടാനിലെ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലെങ്കിൽ പോലും. അപ്പോൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങളൊന്നും ആവശ്യമില്ല. ഇനി അവിടെ ഗ്രാമങ്ങളൊന്നും വേണ്ട,
അവിടെ ആരും ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ എല്ലാം അവിടുന്ന് പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തുകൂടെയുള്ള യാത്ര എത്രമാത്രം കൗതുകമുള്ളതായിരുന്നു. ഞാൻ എങ്ങനെ ആഘോഷിച്ചിരുന്നു, ഞാൻ എത്ര ആസ്വദിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണുക, പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുക, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രം കാണുക എന്നുള്ളത് എൻ്റെ യാത്രയുടെ ഭാഗം അല്ല. പക്ഷെ വിശാഖപട്ടണം ഈ ആംചോ ബസ്തർ എന്നുള്ള ഈ പുസ്തകത്തിലേക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇവിടെ വന്ന കാലത്ത് 94 വിശാഖപട്ടണത്ത് ആദ്യം വരുന്ന സമയത്ത് ന്യൂസ് പേപ്പറുകൾ വായിക്കുമ്പോൾ ഏറ്റവും അപ്രധാനമായ മൂലകളിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ കുറേ വാർത്തകൾ കാണാറുണ്ടായിരുന്നു. കമന്നും മലന്നും കിടക്കുന്ന കുറേ മനുഷ്യ ശരീരങ്ങൾ, അത് പലപ്പോഴും കൗമാരക്കാരുടെയും യുവാക്കളുടെയൊക്കെ ആയിരുന്നു. സ്ത്രീകളും ഉണ്ടായിരുന്നു, ചിലപ്പോൾ കുട്ടികൾ എന്ന് പോലും നമുക്ക് തോന്നിക്കാറുണ്ട്. കമഴ്ന്നും മലർന്നും കിടക്കുന്ന കബന്ധങ്ങൾ, മൃതശരീരങ്ങൾ, അതിനെക്കുറിച്ച് 4-5 വാചകങ്ങളിലുള്ള ചില വാർത്തകൾ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇവരാര്, എന്തിന്, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വിശാഖപട്ടണത്തെ ജീവിതം കൊണ്ടുണ്ടായ ഒരുപാട് ചോദ്യങ്ങളാണ്. ഈ ഒരു റെഡ് കോറിഡോർ കടന്നു പോകുന്ന ഒരു വഴി, ആ ഒരു അടയാളപ്പെട്ട ഒരു വഴി, പാപ്പിക്കൊണ്ട വഴി, ഗോദാവരിയുടെ തീരങ്ങൾ വഴി പോകുന്ന ആ ഒരു വഴി വിശാഖപട്ടണത്തിന് വളരെ ദൂരെയൊന്നുമല്ല. ശ്രീകാകുളം എന്ന വിജയിച്ച വലിയൊരു മാതൃക വിശാഖപട്ടണത്തിന് വളരെ അകലെയല്ല. തീർച്ചയായിട്ടും അന്നത്തെ ആ കുറേ അധികം വാർത്തകൾ എന്നെ ഇതിലേക്ക് ഒരുപാട് അടുപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അന്നൊക്കെ വിശാഖപട്ടണത്തിൽ നിന്ന് വീക്കെൻഡിൽ ഈ ആദ്യം പറഞ്ഞ പോലെ ചിത്രകൂടം കാണാനും തീർത്ഥഗഡ് കാണാനൊക്കെ ആളുകൾ പോയി വരികയായിരുന്നു. ഞങ്ങളും പോയിട്ടുണ്ട്, ചില കാട്ടുമേളകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. ബസ്തറിനെ എന്ന് മാത്രമല്ല, ബസ്തറിനെ മൊത്തം ഗ്രസിച്ചിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിലേക്ക് ആദ്യം എന്നെ പരിചയപ്പെടുത്തിയത് ഒരിക്കലും എൻ്റെ കേരളത്തിലെ ജീവിതമല്ല, അത് വിശാഖപട്ടണത്തിലെ ജീവിതം തന്നെയാണ്. ഏറെ മനുഷ്യരെ ഞാൻ അതിൽ പരിചയപ്പെട്ടതും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചതും ഈ കടലോര നഗരത്തിലെ ജീവിതം തന്നെയാണ്. അങ്ങനെ വിശാഖപട്ടണം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നന്ദിനി, ഇനിയും ഈ യാത്രകൾ തുടരുമോ? എന്തൊക്കെയാണ് മനസ്സിൽ ഇനിയും ബാക്കിയുള്ളത്? ഇനിയും യാത്രകൾ തുടരുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ യാത്രകൾ തുടരും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാത്ര സ്വഭാവമാണ്. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വഴിയിലൂടെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലൂടെയൊക്കെ ആയിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, 10 പേർ ഒരു യാത്ര ചെയ്യുമ്പോൾ 10 അനുഭവങ്ങൾ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പ്രത്യേകമായ ചിലതെല്ലാം ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ ലോകം, എൻ്റെ ഈ ചെറിയ ജീവിതം എനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വളരെ ആഴത്തിൽ വിചാരിക്കുന്നത്. അത് തന്നെയാണ് എനിക്കായി എന്തൊക്കെയോ ചിലത് ഓരോ വഴികളും കണ്ടുവച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ വഴികളിലൂടെ പോകാൻ സാധിക്കുന്നത്ര പോവുക, എഴുതാൻ കഴിയുന്നത്ര എഴുതുക. ഇപ്പോൾ മുഴുവൻ എഴുതിയില്ലെങ്കിലും എനിക്ക് എൻ്റെ യാത്ര തന്നെയാണ് മുഖ്യം. ആന്ധ്രയിൽ നിന്നും എയിമയുടെ ഒരു അംഗമെന്ന നിലയിൽ എന്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും എയിമ ഇങ്ങനൊരു സന്ദർഭം എനിക്ക് തന്നതിൽ, ഇത്രയധികം നേരം എന്നോട് സംസാരിച്ചതിൽ, എൻ്റെ യാത്രാ വഴികളെക്കുറിച്ചും ഈ അവാർഡ് നേടിയ പുസ്തകത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും കാണാം, പുതിയ പുസ്തകവുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇതോടെ ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. അതോടൊപ്പം എല്ലാ എയിമ അംഗങ്ങൾക്കും കുടുംബത്തിനും
ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും ഓണാശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.